നമസ്കാരം. കഴിഞ്ഞ ദിവസം ടീച്ചറൊരു നിവേദനമൊക്കെ എഴുതി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് അയക്കണം എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലുമൊക്കെ ചെയ്തോ? മാറ്റം വരണമെന്ന് ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക്? ടീച്ചർക്ക് ആഗ്രഹമുണ്ട്. വലിയൊരു കുറവ് തന്നെയായിട്ടാണ് ടീച്ചർക്ക് തോന്നിയിരിക്കുന്നത്. സമയത്തിൻ്റെ തികവിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കട്ടെ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. നമ്മൾ ഇന്ന് ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ അക്ഷരരൂപങ്ങളും ചിത്രലിപികളെന്നാണ് പറയുന്നത്. ലോകം മുഴുവനുമുള്ള ആളുകൾ പലതരത്തിലുള്ള ഭാഷകൾ സംസാരിക്കുന്നുണ്ട്. ഓരോ രാജ്യത്തിനും ഓരോ ദേശത്തിനും അതിൻ്റെതായ ഭാഷകളും ലിപികളൊക്കെ ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൈമാറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ലോകം മുഴുവൻ ഉപയോഗിക്കുന്ന ഗണിതത്തിൻ്റെ ഡിജിറ്റുകൾ അറബികളുടെ സംഭാവനയാണ്. നമുക്കുമുണ്ട് ഡിജിറ്റ് 0 മുതൽ 9 വരെ. നമ്മുടെ ഡിജിറ്റിൽ ചില രൂപങ്ങൾ, അതായത് 4, 9 നമ്മളുടെ ചില്ലക്ഷര രൂപങ്ങളിലായിട്ട് നമുക്ക് തോന്നാം. അതുകൂടാതെ ഒട്ടനേകം രൂപങ്ങൾ ഇന്ന് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ പ്ലസ് എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും അറിയാം എന്താണെന്ന്. പൈ അറിയാം, ഡോളർ. അപ്പോൾ നമുക്ക് രൂപ എന്നുള്ളതിനൊരു എംബ്ലം ഉണ്ടായിരുന്നില്ല, ഒരു സിമ്പല്. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് തീരുമാനിച്ചു നമുക്കും വേണം ഒരു എംബ്ലം അല്ലെങ്കിൽ ഒരു സിമ്പല്. അങ്ങനെ ഒരു മത്സരം വെച്ചു. ഡി ഉദയകുമാർ ഫ്രം ചെന്നൈ ആണ് അതിൽ വിജയിയായത്. ഇന്ന് രൂപയുടെ സിമ്പലായിട്ട് അംഗീകരിക്കപ്പെട്ടു. അപ്പോൾ നമ്മളതിന് ന്യായീകരണമൊക്കെ പറയണം എങ്ങനെയാണെന്ന്. അപ്പോൾ അത് ദേവഗിരി ഭാഷ എന്നുള്ള ര, അത് ലാറ്റിൻ ലെറ്റർ ആർ, ഇതിൻ്റെ എല്ലാം ഒരു സമ്മിശ്ര രൂപം. കൂടാതെ ഈ സിമ്പലിൽ നിന്ന് ഹൊറിസോണ്ടലായിട്ടുള്ള വരകൾ വന്നേക്കുന്നത് ദേശീയ പതാകയെയും കൂടി സൂചിപ്പിച്ചുകൊണ്ടാണ്. അത് പ്രാബല്യത്തിൽ വന്നത് തന്നെ 2010 ജൂലൈ 15-നാണ്. ഈ അടുത്ത കാലത്താണ്, അധികം നാള് പിറകോട്ട് പോയിട്ടില്ല. അപ്പം നമുക്കും പ്രതീക്ഷിക്കാം എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുമെന്ന്. ഇന്ന് നമ്മൾ ഒരു പ്രാക്ടിക്കൽ ക്ലാസ് നമ്മൾ പഠിച്ചു തീർക്കാം. നമ്മൾ തരംതിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ നമ്പറൊക്കെ എടുത്തല്ലേ. ഇന്ന് വേണ്ട നമുക്ക് നമ്മുടെ 2 വര കോപ്പി പുസ്തകം വേണം. ടീച്ചർ കുറച്ച് കടലാസുകൾ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. അത് മുഴുവനും ടീച്ചറുടെ ഈ പാത്രത്തിലേക്ക് ഇട്ട്. ഓക്കെ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മുടെ ആദ്യത്തെ പ്രവർത്തനം 2 ഭാഗങ്ങളായിട്ട് തിരിച്ചതിൽ ഇടത് ഭാഗത്ത് അക്ഷരങ്ങൾ, വലതു ഭാഗത്ത് ചിഹ്നങ്ങൾ എഴുതണം. ഇതിൽ നിന്ന് നമ്മൾ അക്ഷരങ്ങളെയും ചിഹ്നങ്ങളെയും ആദ്യം വേർതിരിക്കും. ഈ ഭാഗത്ത് അക്ഷരങ്ങൾ, ഇത് ചിഹ്നങ്ങൾ. വേഗം ചെയ്യാം നമുക്ക്. അക്ഷരം, 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 അക്ഷരം. ആയോടുകൂടി അനുസ്വാരം ചേർന്ന അക്ഷരം, ആയോടുകൂടി വിസർഗം ചേർന്ന അക്ഷരം. അക്ഷരം, 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 ഓ, അക്ഷരം. ഈ അക്ഷരങ്ങൾ ഏതൊക്കെയാണ് നിങ്ങൾ എഴുതുകയും വേണം, മനസ്സിൽ പറയുകയും വേണം കേട്ടോ. അക്ഷരം ഔ, ഊ, ഈ, ഐ, അ, ഇ, ആ, എ, ഗ. ഇങ്ങനെ വരുമ്പോൾ ആ അക്ഷരം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ചിഹ്നം. അപ്പം ഇതേതാണ്? ഔ ചിഹ്നം. അത് നമുക്ക് ചിഹ്നങ്ങളിലിടാം. ഇരട്ടപ്പുള്ളി, ഐ ചിഹ്നം. ആ ദീർഘം, അത് നിങ്ങൾ എഴുതണം കേട്ടോ. ഇതിന് കെട്ടിയ പുള്ളി അല്ലെ, കെട്ടുപുള്ളി. ഏകാരം ചിഹ്നം, എ പുള്ളി. ഉകാരം അല്ലെങ്കിൽ കുനിപ്പ് ചിഹ്നം, ഋകാരം. വള്ളി, ഇ. ഊകാരം, കെട്ടിയ കുനിപ്പ്, ഊ ചിഹ്നം. കെട്ടിയ വള്ളി, കെട്ടുവള്ളി, ഈ ചിഹ്നം. ഓ ഇടത്
കെട്ടു ഉള്ളി ദീർഘം. ഓ ഓകാരം ചിഹ്നം. അനുസ്വാരം ചിഹ്നം. അക്ഷരം സ. വ ര യ ഇറു. വിസർഗം. മ അക്ഷരം. ഭ അക്ഷരം. ധ അക്ഷരം. ഓ ഒകാരം. ഇടത് ഉള്ളി, വലത് ദീർഘം, നടുക്ക് അക്ഷരം വരും. ഒകാരം. ക അക്ഷരം. ഘ അക്ഷരം. ട അക്ഷരം. ഝ അക്ഷരം. ജ അക്ഷരം. ഛ അക്ഷരം. ച ഞ ന ധ പ ഭ ന ഹ ബ ധ ഷ ശ ല വ ചിഹ്നം. ല അല്ലെങ്കിൽ ലായുടെ ചിഹ്നം. റ അല്ലെങ്കിൽ രായുടെ ചിഹ്നം. ഡ അക്ഷരം. ഢ അക്ഷരം. ണ അക്ഷരം. ത ദ റ ഴ ള യ. ചിഹ്നങ്ങളും അക്ഷരങ്ങളും തെറ്റിപ്പോയിട്ടില്ലെന്ന് വിചാരിക്കുന്നു. പാത്രം കാലിയായി മാറ്റി. ചിഹ്നങ്ങൾ നമ്മൾ മാറ്റി വെക്കുന്നു. ഇനി നമ്മൾ ഈ അക്ഷരങ്ങളെ നമ്മൾ 3 ഭാഗങ്ങളാക്കി മാറ്റാൻ പോകുന്നു. എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് സ്വരാക്ഷരം, വ്യഞ്ജനാക്ഷരം, ചില്ലക്ഷരം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അടുത്ത പേജ് എടുക്കുക. ഇവിടെ നമ്മൾ ഇടതുഭാഗത്ത് സ്വരാക്ഷരങ്ങൾ, ഇവിടെ നടുഭാഗത്ത് വ്യഞ്ജനാക്ഷരങ്ങൾ, വലതുഭാഗത്ത് ചില്ലക്ഷരങ്ങൾ. അടുത്ത പേജിൽ. ഓക്കെ, നമുക്ക് നോക്കാം. ഇതെന്താണ്? ല. അവസാനം ഏത് ശബ്ദം വന്നു? ആ. അങ്ങനെ വരുന്നത് എവിടെ വരണം? എല്ലാ വ്യഞ്ജനങ്ങളുടെയും ആദ്യ ഭാഗാക്ഷരങ്ങൾ ആരെയും കൂട്ടിപ്പിടിച്ചിരിക്കുന്നത്? ആ. അപ്പൊ ഇത് വ്യഞ്ജനാക്ഷരം. ല, റ, ധ, ത, ന, ഢ, ഡ, ല, ശ, ഷ, ധ, ബ, ഹ, ന, ഭ, പ, ധ, ന, ഞ, ഛ, ഛ, ജ, ഝ, ട, ഖ, ക, ഠ, ഭ, മ, യ. ഇത് ഏതക്ഷരമാണ്? ആ എന്നുള്ള ശബ്ദം വരുന്നുണ്ടോ? ഇല്ല. ഏതെങ്കിലും സ്വരത്തിന്റെ ഇത് വരുന്നുണ്ടോ? വേറെ ഏതെങ്കിലും? ഇല്ല. അപ്പൊ ഇത് ഏതക്ഷരമായിരിക്കും? ചില്ലക്ഷരം. ഇവിടെ ഇടാം നമുക്ക്. ര, വ, സ, ഘ, ഗ. ആ വരുന്നുണ്ടോ? ഏതക്ഷരമാണിത്? ഏ. അപ്പൊ എവിടെ ഇടണം? എ. ആ വരുന്നില്ലല്ല. എവിടെ ഇടണം? ആ. ഈ സ്വരാക്ഷരങ്ങളിൽ ആ സ്വരാക്ഷരം. ഐ, ഈ, ഊ,
ഔ. ഓ. ഇ. അക്ഷരമാണ് ചില്ലക്ഷരം. ഇൻ ചില്ലക്ഷരം. ഇൾ ചില്ലക്ഷരം. അ ആയോടുകൂടി വിസർഗം സ്വരാക്ഷരം. ആയോടുകൂടി അനുസ്വാരം അം. ഇതിനും വാക്കുകൾ നമ്മൾ എഴുതുമല്ലോ. അംബിക, അംബുജം, അമ്പരം എന്നൊക്കെ നമ്മൾ ഈ അക്ഷരമാണ് ഉപയോഗിക്കുന്നത്. ആയോടുകൂടി ഈ മകാരം ചേർക്കുമ്പോൾ ഇത് അക്ഷരത്തിൽ. ഓ, ഉ, ഋ, ഇൺ. നമ്മൾ സ്വരാക്ഷരങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങൾ, ചില്ലക്ഷരങ്ങൾ നമുക്ക് നോക്കാം. ഇതിൻ്റെ അകത്ത് എത്ര എണ്ണം വരുന്നത്? എത്ര എണ്ണം പറഞ്ഞു ഇതിൻ്റെ അകത്ത്? 15 എന്നല്ലേ നമ്മൾ സ്വരങ്ങൾ? 15. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. ഓക്കെ, 15 സ്വരങ്ങൾ നമുക്ക് ഇവിടെ നോക്കാം. എത്ര ഉണ്ടാവും? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 അല്ലേ? 5 25 യാരാലാവുള്ള 11 36. ഓക്കെ, ചില്ലക്ഷരങ്ങൾ 1 2 3 4 5. അപ്പം നമ്മൾ 15 എണ്ണം എണ്ണി. ഇതിൻ്റെ അകത്ത് 36, ഇത് 5 എണ്ണം. ഇതിൻ്റെ അകത്ത് 15 എണ്ണം ഉണ്ടെങ്കിലും അക്ഷരങ്ങളായിട്ട് നമ്മൾ കണക്കാക്കുമ്പോൾ 2 പേരെ നമ്മൾ ഒഴിവാക്കണം. ഏതിനൊക്കെയാണ്? അം ആ എന്നുള്ളത് ഒഴിവാക്കുക അല്ലേ? അം ആ ഒഴിവാക്കി വരുമ്പോൾ എത്ര അക്ഷരങ്ങൾ വരും? അക്ഷരങ്ങൾ ഉണ്ടായത് ചിഹ്നത്തിന്റെ രൂപത്തിൽ മാറുന്നത് കൊണ്ട് നമ്മളിത് 13, ഇത് 36, 49, 49നോടുകൂടി 5 ചില്ലക്ഷരം ചേരുമ്പോൾ 54 അല്ലേ? നമുക്ക് 2 പേരെ ചേർക്കണം. അത് വരുന്ന വഴിക്ക് വരട്ടെ കേട്ടോ. ഇനി എന്താ വേണ്ടത്? തൽക്കാലം ഇത് മാറ്റി, ഇതും മാറ്റി. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ കൈ എടുത്ത് എഴുതുന്നതും കൈ എടുക്കാണ്ട് എഴുതുന്നതുമായ അക്ഷരങ്ങൾ നോക്കാം നമുക്ക്. ഇവിടെ കൈ എടുക്കാണ്ട് എഴുതുന്നത്, അതായത് ഉപചിഹ്നങ്ങൾ ഇല്ലാത്തത്. 1 ഉ, ഓ, ഋ, ഓ കൈ എടുക്കണം, ഇവിടെ ഇട്ടു. ഔ ഇവിടെ ഇട്ടു. ഈ ഊ ഇവിടെ ഇട്ടു. ഈ ഐ, ആ, ഇ, ആ, എ, അം, അ. അപ്പൊ നമുക്ക് ചിഹ്നങ്ങള് സ്വരാക്ഷരങ്ങളിലെ കൈയെടുക്കേണ്ടി വരുന്ന അക്ഷരങ്ങൾ ഏതെല്ലാമാണ്? ഐ വേണം, ഈ വേണം, ഊ വേണം, ഔ, ഓ. ഇത്ര അക്ഷരങ്ങൾക്ക് നമ്മൾ കൈ എടുത്തെഴുതണം അല്ലേ? 1 2 3 4 5. ശരിക്കും ഇതിന് കൈ എടുക്കണം. ഓക്കെ, അപ്പൊ ഇതിന് കൈ എടുക്കണ്ട അല്ലെ? ഉപചിഹ്നങ്ങൾ വേണ്ട. സ്വരാക്ഷരങ്ങളിൽ ഉപചിഹ്നങ്ങൾ വേണ്ടാത്തത് 8 എണ്ണം. 1 2 3 4 5 6 7 8. ഇവിടുത്തെ പേജിൽ എന്ത് വേണം? നമ്മൾ സ്വരചിഹ്നങ്ങൾ, വ്യഞ്ജന ചിഹ്നങ്ങൾ, അതാണ് ഇപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതാ എന്ത് ചിഹ്നമാണിത്? ഔ ചിഹ്നം. ഔ സ്വരചിഹ്നം, വ്യഞ്ജന ചിഹ്നം. ഇത് വാ ചിഹ്നം. ഇത് ല അല്ലെങ്കിൽ ലാ ചിഹ്നം. ഇത് ഓ ഇടതും വലതും
ചിഹ്നങ്ങൾ. ഓ എന്ത് ചിഹ്നമാണിത്? സ്വരചിഹ്നം. അ വിസർഗം, സ്വരചിഹ്നം. റ അല്ലെങ്കിൽ ര ശബ്ദം വരുന്നത് വ്യഞ്ജന ചിഹ്നം. അം അനുസ്വാരം, സ്വരചിഹ്നം. യ വ്യഞ്ജന ചിഹ്നം. ഓ ഇടതും വലതും ചിഹ്നം. ഓ സ്വരചിഹ്നം. ഈ ഇതിന്റെ പേര് കെട്ടിയവള്ളി, കെട്ടുവള്ളി, സ്വരചിഹ്നം. ഊകാരം അല്ലെങ്കിൽ കെട്ടിയ കുനിപ്പ്, കെട്ടുകുനിപ്പ്, സ്വരചിഹ്നം. ഇ വള്ളി, സ്വരചിഹ്നം. ഋകാരം, സ്വരചിഹ്നം. ഉ കുനിപ്പ്, ഉകാരം. എ പുള്ളി, സ്വരചിഹ്നം. ഏ കെട്ടുപുള്ളി, കെട്ടിയ പുള്ളി, ഏകാരം, സ്വരചിഹ്നം. ആ ദീർഘം, സ്വരചിഹ്നം. ഐ ഇരട്ടപ്പുള്ളി, സ്വരചിഹ്നം. അപ്പൊ ഇവിടെ എത്ര എണ്ണം വേണം ശരിക്കും? ആ എന്നുള്ളത് വന്നിട്ടില്ല, ബാക്കി 14 എണ്ണം വേണ്ടേ? 1 2 3 4 5 6 7 8 9 10 11 12 13 14 14 സ്വരചിഹ്നങ്ങൾ. ഇവിടെയാ 1 2 3 4 ഉപചിഹ്നങ്ങളാണ് വ്യഞ്ജന ചിഹ്നങ്ങളായിട്ട് വരുന്നത്. അവിടെ നമ്മൾ ഓർക്കേണ്ടത്, നമ്മൾ വ്യഞ്ജനങ്ങളെ ഗ്രൂപ്പ് തിരിക്കുമ്പോൾ 5 5 25 ക ച ട ത പ വർഗ്ഗങ്ങൾ. അതിനുശേഷം പറയുന്ന യ ര ല വ ശ ഷ സ ഹ ള ഴ റ. ഇതിനകത്ത് ആദ്യം പറയുന്ന 4 അക്ഷരം യ ര ല വ. ഇതിന് 4-നുമാണ് ചിഹ്നങ്ങളുള്ളത്. ഇത് യാ ചിഹ്നം. അറിയാല്ല യാ ചിഹ്നം എങ്ങനെ ഇടുന്നത്? യാ ചിഹ്നം. ഇത് ര അല്ലെങ്കിൽ റ ചിഹ്നം. ഇത് ല അല്ലെങ്കിൽ ള ചിഹ്നം. വ ചിഹ്നം. അപ്പൊ 14 ഇത് 4 14 4 18 ഉപചിഹ്നങ്ങൾ. അപ്പൊ വ്യക്തമായിട്ട് 2 ലൈനിൽ നിങ്ങൾ വരച്ച് എഴുതണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞ് അടുത്ത ദിവസം അടുത്ത ക്ലാസ്. നന്ദി, നമസ്കാരം.